നമസ്കാരം. ഫീമെയിൽ ടേപ്പർ ടേണിംഗ് ബൈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് ഫീമെയിൽ ടേപ്പർ നിർമ്മിക്കുവാൻ, സർഫേസ് നെർലിംഗ് ചെയ്യുവാൻ, ചേംഫറിംഗ് ഓപ്പറേഷൻ നടത്തുവാൻ. ഈ എക്സർസൈസ് ചെയ്യുവാൻ ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പർ, ഫേസിംഗ് ടൂൾ, സെന്റർ ഡ്രിൽ, ചേംഫറിംഗ് ടൂൾ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, നെർലിംഗ് ടൂൾ, ഡ്രിൽ ബിറ്റുകൾ, ഡ്രിൽ ചക്ക്, പാർട്ടിംഗ് ടൂൾ, ബോറിംഗ് ടൂൾ, വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ, വെർനിയർ കാലിപ്പർ. ഒരു ലെയ്ത്ത് മെഷീനിൽ ടേപ്പർ ടേണിംഗ് അർത്ഥമാക്കുന്നത് ഒരു സിലിണ്ടർ ജോബിൽ നിന്ന് ഡയാമീറ്റർ ക്രമാനുഗതമായി കുറയ്ക്കുന്നതിലൂടെ ഒരു ആംഗുലർ സർഫേസ് നിർമ്മിക്കുന്നതാണ്. ടേപ്പർ ഇന്റേണലോ എക്സ്റ്റേണലോ ആകാം. വർക്ക് പീസ് പുറത്തേക്ക് ടേപ്പർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഔട്ട്സൈഡ് ടേപ്പർ അല്ലെങ്കിൽ മെയിൽ ടേപ്പർ അല്ലെങ്കിൽ ഔട്ടർ ടേപ്പറാണ്. ഇത് ഉള്ളിലേക്ക് ടേപ്പർ ചെയ്താൽ അത് ഇന്റേണൽ ടേപ്പർ അല്ലെങ്കിൽ ഫീമെയിൽ ടേപ്പറാണ്. ടേപ്പർ ടേണിംഗ് ഉപയോഗിച്ചുള്ള ഇന്റേണൽ ടേപ്പർ നിർമ്മിക്കുന്നതിനുള്ള ക്രമം നമുക്കിപ്പോൾ പഠിക്കാം. റോ മെറ്റീരിയലുകളുടെ സൈസ് പരിശോധിക്കുക. 3 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. സെന്റർ ഹൈറ്റ് ശരിയാക്കുവാൻ ടൂളുകൾ സെറ്റ് ചെയ്യുക. ജോബിന്റെ ഒരെഡ്ജ് ഫേസിംഗ് ചെയ്യുക. ഫേസിംഗ് ചെയ്ത ഒരെൻഡിൽ നിന്ന് 44.75 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്ന വിധത്തിൽ 45 mm നീളത്തിലേക്ക് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ഫേസിംഗ് ചെയ്ത എൻഡിൽ ഒരു സെന്റർ ഡ്രിൽ ചെയ്യുക. സെന്റർ ഹൈറ്റ് ശരിയാക്കുവാൻ നെർലിംഗ് ടൂൾ ഡയമണ്ട് കട്ട് സെറ്റ് ചെയ്യുക. 40 മില്ലിമീറ്റർ നീളത്തിൽ ജോബ് നെർലിംഗ് ചെയ്യുക. $10 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചെയ്ത ഹോൾ 16 മില്ലിമീറ്ററിലേക്ക് വലുതാക്കുക. $2 മില്ലിമീറ്റർ × 45 ഡിഗ്രിയിൽ ചേംഫർ ചെയ്യുക. പാർട്ടിംഗ് ടൂൾ സെന്റർ ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്ത് 40 മില്ലിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യുക. 37.5 മില്ലിമീറ്റർ നീളം നിലനിർത്തുവാൻ നെർലിംഗ് ചെയ്ത ജോബിന്റെ പാർട്ട് ചെയ്ത എൻഡ് ഹോൾഡ് ചെയ്യുക. ഈ എൻഡ് 2 മില്ലിമീറ്റർ × 45 ഡിഗ്രി, അതായത് 2 mm ബാർ 45 ഡിഗ്രിയിൽ ചേംഫറിംഗ് ചെയ്യുക. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റിൽ 5 ഡിഗ്രി 45 സെക്കൻഡ് ആംഗിൾ സെറ്റ് ചെയ്യുക. ബോറിംഗ് ടൂൾ ശരിയായ സെന്റർ ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യുക. $37.5 മില്ലിമീറ്റർ നീളത്തിൽ ഫീഡ് നൽകിക്കൊണ്ട് ടേപ്പർ ടേൺ ചെയ്ത് ഇന്റേണൽ ടേപ്പർ സെറ്റ് ചെയ്യുക. മുൻപത്തെ എക്സർസൈസിൽ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച മെയിൽ ടേപ്പർ ഫീമെയിൽ മെയിൽ ടേപ്പറുകളുമായി മാച്ച് ചെയ്യണം. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ടേപ്പർ ആംഗിൾ പരിശോധിക്കുക.
ഇന്റേണലും എക്സ്റ്റേണലും ടേപ്പറുകൾ മാച്ച് ചെയ്യുക. റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ: ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് രീതി ഉപയോഗിച്ച് ഫീമെയിൽ ടേപ്പർ നിർമ്മിക്കുവാൻ, സർഫസ് നെർലിംഗ് ചെയ്യുവാൻ, ചേംഫറിംഗ് ഓപ്പറേഷൻ നടത്തുവാൻ. ഫീമെയിൽ ടേപ്പർ ടേണിംഗ് ബൈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് പരിശോധിക്കുന്നതിനെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.